ആദ്യം ഇതിനു വേണ്ടി പറയുന്ന എല്ലാവരും ഡിസ്ക്രെഡിറ്റ് ചെയ്യപ്പെടും. അത് ദുരുപയോഗമായിട്ട് പറയപ്പെടും. ഒരു നിയമം വരുന്ന സമയത്ത് ആ നിയമം ദുരുപയോഗപ്പെടുത്തുന്നതിനെ പറ്റി മാത്രമായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ച. സോഷ്യൽ സെക്യൂരിറ്റി വന്നതോടെ നിങ്ങൾ ഈ പറയുന്ന ആശ്രിതത്വ ബോധമുള്ള ദൈവത്തിനെ പിന്നെ ആവശ്യമില്ല. അതാണ് വരുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി കിട്ടാതിരിക്കുന്ന ഏത് നാട്ടിലും ഇത് തുടരും. ഭാഷയ്ക്കകത്താകുന്നതിന് പകരം ഒരു വാക്ക് പോലും ഇല്ല. അന്ധൻ എന്ന് പറയുന്നത് സംസ്കൃതമാണ്. അപ്പോഴും കണ്ണുപൊട്ടൽ എന്നുള്ള വാക്ക് തന്നെയാണ്. എൻ്റെ യൗവനം മുഴുവൻ നഷ്ടപ്പെട്ട് ഇപ്പം എനിക്ക് പണമുണ്ട്, പക്ഷേ എനിക്ക് ജീവിക്കാനൊക്കുന്നില്ല എന്ന് പറയും. അപ്പം ഞാൻ തീരുമാനിച്ച് ഞാൻ എന്തായാലും ഡെസ്കിൻ്റെ പുറകെ ഇരിക്കുന്ന ജോലിക്ക് പോകത്തില്ല എന്ന്. ഞാൻ തന്നെ ഡിസൈൻ ചെയ്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ഡിസൈനർ ഉണ്ടായിരുന്നു. അയാൾ കൊണ്ട് ചെയ്യിച്ചു ഒക്കെ ആയിരുന്നു. എനിക്കങ്ങനെ സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. നിറച്ച് ഒത്തിരി മുടിയും റിബണും ഒക്കെ കെട്ടി. മൈത്രേൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈത്രൻ വളർന്നതെല്ലാം ഇവിടെ നാട്ടിൽ തന്നെ. പക്ഷെ ഇങ്ങനെ ഒരു വ്യത്യസ്ത ചിന്താഗതി ഉണ്ടാവാനുള്ള പ്രമുഖ കാരണങ്ങൾ എന്താണ്? വാട്ട് ആർ ദ മോസ്റ്റ് എന്താ പറയുക ഇൻഫ്ലുവൻഷ്യൽ ഐഡിയാസ് ഓഫ് പീപ്പിൾ ഫോർ യു? ഈ ഷേപ്പ് ചെയ്തത് എന്തുകൊണ്ടാണ്? അത് ഞാൻ ശരിക്കും പറഞ്ഞ ഈ ചോദ്യം ആളുകൾ എന്നെ പലതവണ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ ഒരെണ്ണമാണ്. എനിക്ക് ആദ്യം അങ്ങനെ അറിഞ്ഞുകൂടായിരുന്നു. ഞാനത് ഇപ്പോൾ 2 തവണ പറഞ്ഞിട്ടുണ്ട് ആൾക്കാരോട്. ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു പെൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവർക്ക് അമേരിക്കയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവർ വായിക്കുന്ന മാസികകൾ, പുസ്തകങ്ങൾ മുഴുവനും അയച്ചു തരും. അത് ഈ കപ്പലിൽ അയക്കുന്നത്. ഒരു 2 മാസത്തോളം എടുക്കും. പക്ഷേ അമേരിക്കൻ മാഗസിൻസ് എന്ന് പറഞ്ഞാൽ ലൈഫ്, റീഡേഴ്സ് ഡൈജസ്റ്റ്, അമേരിക്കൻ റീഡേഴ്സ് ഡൈജസ്റ്റ്, ലേഡീസ് ഹോം ജേർണൽ, വാഷിങ്ടൺ പോസ്റ്റ്, ഇതെല്ലാം ഇലിസ്ട്രേറ്റഡ് ആയിട്ടുള്ള മാസികകളായിരുന്നു. ആഴ്ചപ്പതിപ്പെന്ന് നമ്മൾ പറയുന്ന സാധനമായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ വീട്ടിൽ സ്ഥിരം വരും. അപ്പം എനിക്ക് തോന്നുന്നൊരു 8 വയസ്സൊക്കെ ആയപ്പോൾ തൊട്ട് നമ്മൾ പടം കാണാനായിട്ട് തുറന്നു നോക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു ആദ്യമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഭാഷ വായിക്കാൻ പഠിച്ചതോടെ ഇംഗ്ലീഷിലേക്ക് വായിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാനിത് തിരിച്ചറിഞ്ഞതാണ്. കാരണം ഞാൻ ഈ മറ്റുള്ള കുട്ടികളുടെ കൂട്ടം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തതെന്ന് ഞാൻ തന്നെ അന്വേഷിക്കുമ്പോൾ കണ്ടതാണിത്. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ബാക്കിയുള്ള 5 പേര് എൻ്റെ സഹോദരങ്ങളുണ്ട്. അവരുമൊക്കെ ഇത് കണ്ടിട്ടും എടുത്തിട്ടുണ്ടെങ്കിലും എന്നെ ഇത് തൊട്ടിട്ടുണ്ട്. പ്രീ ഡിഗ്രിക്ക് ഞാൻ ഈ കോളേജ് മാഗസിൻ അതിന് ആദ്യമായിട്ട് അപ്പോൾ ഒരു ലേഖനം എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാ ക്ലാസ്സിലും അനൗൺസ് ചെയ്ത് എഴുതാൻ അറിയുന്നവർ എഴുതണമെന്ന്. അപ്പോൾ ഇംഗ്ലീഷ് സെക്ഷനും മലയാളം സെക്ഷനും ഉണ്ട്. ഞാൻ ഇംഗ്ലീഷ് സെക്ഷനിൽ ഞാൻ എഴുതിയത് UFOയെ പറ്റിയാണ്. അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ്. എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചതാണ് സ്പേസ് ചെയ്യുന്ന ആളുകൾ വരുന്നതിനെ പറ്റിയുള്ള. അപ്പം ഞാനതാണ് എഴുതി കൊടുത്തത്. പക്ഷെ എൻ്റെ ആ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന അധ്യാപകന് അയാൾ ഇതിങ്ങനെ വായിച്ചിട്ട് അയാൾ കേട്ടിട്ടേ ഇല്ല. ഇന്ന് നമുക്ക് നാട്ടിലൊക്കെ അറിയാം അങ്ങനെയൊക്കെയുള്ള ഫിനോമിനെ പറ്റിയൊക്കെ ഇങ്ങനെ ആളുകൾ ലോകത്തൊന്നും ഇല്ലെങ്കിൽ സങ്കല്പിക്കുന്നെങ്കിലും അറിയാം. അന്ന് അങ്ങനെ ഒരു അറിവേ ഇല്ല. അപ്പം ഞാനിതാണ് എഴുതി കൊടുത്തത്. അപ്പോൾ ഈ അധ്യാപകൻ അതിങ്ങനെ കുറേ നേരം വായിച്ചിട്ട് പറഞ്ഞ് ഇതെന്താണെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അന്യഗ്രഹ ജീവികൾ വരുന്നതിനെ പറ്റിയൊക്കെ ഉള്ളതാണ്. അയാൾ ഇമാജിൻ ചെയ്തിട്ട് പോലും ഇല്ല. അയാൾ കേട്ടിട്ടില്ല, ഇമാജിൻ ചെയ്തിട്ടില്ല. അയാൾ ഇംഗ്ലീഷ് അധ്യാപകനാണ്. അയാൾ കുറച്ച് നോക്കിയിട്ട് പറഞ്ഞ് ഇംഗ്ലീഷ് ഗ്രാമറൊന്നും തെറ്റില്ല, വേറെ എന്തെങ്കിലും ഒന്ന് എഴുതി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഷയമായിരുന്നു. ഈ സ്പീൽബർഗിൻ്റെ എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡ് ഇല്ലേ, അതിനകത്ത് പറയുന്ന എല്ലാ കഥയും ഞാൻ വായിച്ചിട്ടുള്ള. അതിൽ അവിടെ അന്ന് നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കഥയാണ് അയാൾ സിനിമ സ്ക്രിപ്റ്റ് ആക്കി മാറ്റിയത്. നമ്മൾ ആ കഥയെല്ലാം ഈ പത്രത്തിനകത്തൂടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായതൊക്കെ. അതുപോലെ തന്നെ വിയറ്റ്നാം വാറ്, ഇതെല്ലാം ഞാൻ ഈ ചിത്രങ്ങളിലൂടെയാണ് ഞാൻ കാണുന്നത്. അതേപോലെ തന്നെ ഈ ആദ്യമായിട്ട് ചന്ദ്രനിറങ്ങുന്ന പടങ്ങൾ, ക്രൂഷ്ചേവിൻ്റെ സ്റ്റാലിനെ പറ്റിയുള്ള ഒരു ആദ്യത്തെ ഒരു എക്സ്പോസിഷനുണ്ട്. അത് റഷ്യയിൽ അറിയുന്നതിന് മുമ്പ് അമേരിക്കക്കാർക്ക് കിട്ടുന്നുണ്ട്. അത് ഇൻ്റർനാഷണലായിട്ട് അത് മാറുന്നുണ്ട്. ഇതൊക്കെ ഞാൻ നേരിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ഹിപ്പി മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത് ഈ വിയറ്റ്നാം വാറിനോടുള്ള പ്രതിഷേധമാണ്. മേക്ക് ലവ് നോട്ട് വാർ എന്ന് പറയുന്നത്. ബീറ്റിൽസ് ഉണ്ടാകുന്നത്, ഇതെല്ലാം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നേരിട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഇവിടെ ആർക്കും അന്ന് ഞാനാണെങ്കിൽ വളർന്നത് ഈ ഗ്രാമത്തിലാണ്, ഇവിടുത്തെ നഗരങ്ങളിലല്ല. അപ്പോൾ തിരുവനന്തപുരത്തോ
അല്ലെങ്കിൽ ആലപ്പുഴയോ അല്ലെന്നുണ്ടെങ്കിൽ കൊല്ലത്തോ ഒക്കെ ഉള്ള പട്ടണത്തിൽ ജീവിക്കുന്ന എൻ്റെ ബന്ധുക്കളായിരിക്കുന്ന എൻ്റെ കസിൻസൊക്കെ ആയിരിക്കുന്നവർ, അവർക്ക് ഈ വിഷയം അറിഞ്ഞൂടാ. അപ്പൊ ഒരു ഭയങ്കര ക്ലാഷ് ഉണ്ടാവൂലേ? ഞാൻ പറഞ്ഞ ഞാൻ ജീവിക്കുന്നത് ഗ്രാമത്തിലാണ്. ആ. വെള്ളം ഈ മരത്തെ കയറിയും വെള്ളത്തിൽ ചാടിയും വല വീശിയും ജീവിക്കുന്ന ഒരാളായിരുന്നു. കുട്ടിക്കാലം മുഴുവനും മലയിൽ കോന്നി എന്ന് പറയുന്ന ഭാഗത്തായിരുന്ന കാരണം കൊണ്ട് മലയിൽ കയറി നടക്കുക, ആടിനെ വളർത്തുക, ഇങ്ങനെയുള്ള ലോകത്താണ്. പക്ഷെ വായിക്കുന്നതില്ല. അപ്പോൾ എനിക്ക് അന്ന് ഫോർഡിന് എത്ര കാറുണ്ട്, GM മോട്ടോഴ്സ് എത്ര ഇതുണ്ട്, അതുമാത്രമല്ല 2-3 കമ്പനിയെ ലോകത്തുള്ളൂ, ബാക്കിയെല്ലാം ഇതിൻ്റെ പേരിൽ ഇറങ്ങുന്ന കാറുകൾ തന്നെയാണെന്നൊക്കെ തിരിച്ചറിയുന്നതൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒപ്പമാണ് ഞാൻ ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് ചാൾസ് ലാംബ്, GK ചെസ്റ്റർട്ടൺ, റസൽ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ലേഖനങ്ങൾ പഠിക്കാനുണ്ട്. അതെന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ 2 സാധനം കോമ്പിനേഷനാണ് എന്നെ ലോക ഗവൺമെൻറ്, അതുപോലെ തന്നെ വാറിനെതിരായിട്ട് ചിന്തിപ്പിക്കുന്ന ഇതുപോലുള്ള ആശയങ്ങളുണ്ടാകുകയും ഒരു ലേഖനം എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു 35 വർഷം ഞാൻ ഈ ഒരു എന്താണ് മേശയുടെ പുറയിലായിപ്പോയി എന്ന് പറഞ്ഞ് അയാൾ ലമൻറ്റ് ചെയ്ത് എഴുതുന്ന ഒരു ലേഖനമാണ്. എൻ്റെ യൗവനം മുഴുവൻ നഷ്ടപ്പെട്ട് ഇപ്പം എനിക്ക് പണമുണ്ട് പക്ഷേ എനിക്ക് ജീവിക്കാനൊക്കുന്നില്ല എന്ന് പറയും. അപ്പം ഞാൻ തീരുമാനിച്ച് ഞാൻ എന്തായാലും ഡെസ്കിൻ്റെ പുറകെ ഇരിക്കുന്ന ജോലിക്ക് പോകത്തില്ല എന്ന്. അപ്പൊ എവിടെ നിന്നാണ് സന്യാസത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ഒരു ബെൻഡ് വന്നത്? കാരണം 20-ആം വയസ്സിൽ അത് സത്യത്തിൽ ഒരു ആക്സിഡൻ്റ് പോലെ, അല്ലാതെ ഞാനതൊരു തീരുമാനമായി. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് മുഴുവനും ഒരു 9-ാം ക്ലാസ്സിൽ വെച്ച് തന്നെ ഈ ദൈവം എന്ന് പറയുന്നതിനെ ഉപേക്ഷിച്ചതാണ്. അത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയ്ക്കകത്ത് ഈ ഉണ്ടാക്കിയ ലോകത്തു നിന്ന് ദൈവത്തിനെ കണ്ടുപിടിക്കുമ്പം നല്ലവണ്ണം ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്ത ദൈവത്തിനെ ഉപേക്ഷിച്ച ആളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അതില്ലായിരുന്നു, ഞാൻ അങ്ങനെ തന്നെയായിരുന്നു ഇരുന്നത്. അപ്പോൾ പക്ഷേ സയൻസ് വായിക്കുകയും അതുപോലുള്ള മേഖലകളിനകത്ത് അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റിൽ MAക്ക് പഠിക്കുമ്പോൾ അറിയാതെ ഞാനന്ന് കയറുന്നുണ്ട്. ആ കയറുമ്പം അവിടുത്തെ പുസ്തകങ്ങൾ തന്നെ എനിക്കത് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ഞാൻ ആലോചിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അവർ പറയുന്നുണ്ടെന്നും പക്ഷേ എനിക്ക് അറിയാനും പറ്റുന്നില്ല. കാരണം ഈ കോൺസെപ്റ്റ്സ് ഒന്നും മനസ്സിലാകുന്നില്ല. നമ്മൾ സാധാരണ മനുഷ്യരുടെ കോൺസെപ്റ്റുകളാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്, ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നതും അതാണല്ലോ. പക്ഷേ ഈ ഫിലോസഫിക്കകത്ത് വേറെ കോൺസെപ്റ്റുകൾ വേണം, എന്നാലേ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അറിഞ്ഞുകൂടാതെ, അപ്പോൾ ഭാഷ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് എനിക്കിത് മനസ്സിലാകുന്നില്ല എന്ന് തന്നെ ഞാൻ കൺഫ്രണ്ട് ചെയ്യുന്നൊരു സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ ആ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കേണ്ടത് ഇതൊന്നുമല്ല, വേറെയാണെന്ന് എനിക്ക് ബോധ്യമായി പോയി. ഞാനങ്ങനെ MAക്ക് അത് പരീക്ഷയാക്കി എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതിയിട്ട് ഇങ്ങ് പോരുകയാണ് ചെയ്തു. ആ വന്ന സമയത്ത് തൊട്ട് എൻ്റെ ജീവിതത്തിനകത്ത് അതുവരെ ഞാൻ ഈ സന്യാസിമാരെ കണ്ടാൽ എനിക്കിഷ്ടവുമല്ല, ഒരു അമ്പലവും പള്ളിയും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് അത് മോശമായിട്ട് തന്നെ വിചാരിച്ചിരുന്നു. നിത്യചൈതന്യം എഴുതിയ അമ്മയുടെ കസിനാണ്. അദ്ദേഹത്തിനെ കാണാനായിട്ട് അമ്മ പോയപ്പോൾ ഞാൻ കൂടെ പോയിട്ടുണ്ട്. ഒരിക്കലും എനിക്ക് അവരെ അങ്ങനെ ഇഷ്ടപ്പെടാനും പറ്റത്തില്ലായിരുന്നു സന്യാസത്തിൻ്റെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന മുറി നിറച്ച് പുസ്തകം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ്? അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണാം ഷേക്സ്പിയർ ഉണ്ട്, ഇത് ബെർണാഷയുടെ, അതാണ് ഏറ്റവും വലിയ, ബെർണാഷയുടെ ഒരു 150 നാടകമെങ്കിലും കാണും, വലിയൊരു പുസ്തകം. അപ്പോൾ ഈ പുസ്തകം ഞാൻ എൻ്റെ പ്രൊഫസറുടെ ഇതിനകത്തുനിന്ന് ഞാൻ എടുത്ത് വായിച്ചിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ കാണാം എഴുതിയുടെ പുറകിൽ രൂപ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ വായിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു ഇടമാണെന്നുള്ള ഒരു സാധനം അന്ന് അങ്ങനെ കിട്ടിയായിരുന്നു. ഞാൻ ഈ തിരിച്ചു വരുന്ന സമയത്ത് വളരെ ആക്സിഡൻ്റലായിട്ട് ഞാൻ ഈ പഠിക്കുന്നത് ഇതല്ല പഠിക്കേണ്ടതെന്ന് തീരുമാനിച്ച് വന്നിരിക്കുന്ന സമയത്ത് ഈ ഗുരുകുലത്തിനകത്ത് ഒരു പ്രോസ്പെക്ടസ് കിട്ടുന്നതാണ് ആട്ടയാണ് ഉണ്ടാക്കിയത്. ആ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രഹ്മവിദ്യ, അല്ലെങ്കിൽ സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട്, സയൻസ് അറിയാം പക്ഷേ അബ്സല്യൂട്ട് എന്താണെന്ന് മനസ്സിലായില്ല. എങ്കിലും അതിനകത്ത് തുറന്നു നോക്കുമ്പം അവരെഴുതിയിരിക്കുന്നത് ഈ സർട്ടിഫിക്കറ്റുകളില്ലാതെ പഠിക്കുക, അതേപോലെ തന്നെ മതിലുകളില്ലാതെ, ക്ലാസ് റൂമുകളിലില്ലാതെ, ആരാണോ പഠിപ്പിക്കുന്നവരോടൊപ്പം ജീവിച്ച് പഠിക്കുക, അങ്ങനത്തെ ഐഡിയാസാണ്. ആ ഐഡിയാസാണ് അതിനകത്ത്. മാത്രമല്ല സൈക്കോളജി, ഞാൻ ആ സൈക്കോളജിയൊക്കെ ഇങ്ങനെ ട്രാൻസാക്ഷൻ അനാലിസിസ് ഒക്കെ വായിച്ചു തുടങ്ങിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിനെപ്പറ്റി അങ്ങനെയുള്ള മേഖലകൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചും വാൻഗോഗിൻ്റെ ചിത്രങ്ങൾ മനോരോഗം കൊണ്ടാണ് അദ്ദേഹം വരച്ചത് എന്നൊക്കെ ചോദിക്കുന്ന നിലവാരത്തിലുള്ള ചില റെഫറൻസൊക്കെ ഉള്ള തരത്തിലാണ് ആ സാധനങ്ങളൊക്കെ വരുന്നത്. ഇക്കോളജിയെ പറ്റി ഞാൻ ആദ്യമായിട്ട് സൈലന്റ് സ്പ്രിംഗ് വായിച്ചിരിക്കുന്ന സമയത്താണ്, റേച്ചൽ കാഴ്സൻ്റെ.
അതാണ് ആദ്യത്തെ അത്തരത്തിലുള്ളൊരു പുസ്തകം. ആ പുസ്തകം വായിച്ച് അതിനെപ്പറ്റിയൊക്കെ അതുപോലുള്ള ആശയങ്ങൾ എഴുതുന്നുണ്ട്. അതേപോലെ തന്നെ വേൾഡ് ഗവൺമെന്റിനെ പറ്റി എഴുതുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ അന്വേഷണമേ അല്ല, അതല്ല ഈസ്റ്റ് ഈ വെസ്റ്റ് ഇന്ത്യൻ അറിവുകൾ നേടാൻ വേണ്ടിയുള്ള ഈ ഒരു അറിവ് ഞാൻ അങ്ങനെയാണ് ഗുരുകുലത്തിൽ ഞാൻ പോകുമ്പം ഞാൻ ഈ സന്യാസിക്കാൻ പോകുന്നെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ല. ഞാനൊരു 3 എനിക്കാണെങ്കിൽ ഞാൻ വളരെ ഫാഷനബിൾ ആയിട്ട് ജീവിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് അതിനു വേണ്ടി വസ്ത്രങ്ങളുണ്ട്. ആ വസ്ത്രങ്ങൾ അത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ഡിസൈനർ ഉണ്ടായിരുന്നു. അയാൾ കൊണ്ട് ചെയ്യിച്ചു ഒക്കെ ആയിരുന്നു. എനിക്ക് അങ്ങനെ സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല മൈത്രൻ. നിറച്ച് ഒത്തിരി മുടിയും റിബണും ഒക്കെ കെട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ആ സമയത്ത് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫാഷനബിളായിരിക്കുന്ന ഒരാളും ഞാൻ ബോഡി ബിൽഡറും വെയ്റ്റ് ലിഫ്റ്ററും ആയിരുന്നു. അപ്പോൾ അങ്ങനെ അല്ലാതെ ഒരിക്കലും ആർക്കെങ്കിലും എൻ്റെ ഒരു സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഞാൻ സ്പിരിച്വൽ എന്ന് പറയുന്നൊരു വാക്കുമായിട്ട് ഒരു ബന്ധവും എനിക്കില്ല. ഞാൻ ഈ ഗുരുകുലത്തിലോട്ട് പോകുമ്പോൾ ഈ പുസ്തകം വായിച്ചിട്ട് പോകുമ്പം ആകെ എന്നെ വേറെ ഒരു ലോകം ഇവർ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഞാൻ ഈ ഹെസ്സയുടെ സിദ്ധാർത്ഥ വായിച്ചപ്പോൾ ഓക്കെ എന്തോ അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഉപനിഷത്ത് ഞാൻ ഈ ഫിലോസഫി സെക്ഷനിൽ നിന്ന് എടുത്ത് വായിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ആകർഷിച്ചെങ്കിലും മനസ്സിലായിട്ടില്ല. ഈ രജനീഷിൻ്റെ തന്നെ ആദ്യത്തെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, പാത്ത് ടു സെൽഫ് റിയലൈസ്. ചെറിയ പുസ്തകമാണ്, ഒരു 60-70 പേജേ ഉള്ളത്. അത് ചെറിയ പുസ്തകമാണ്. അല്ലാതെ ഇന്ന് നമ്മൾ അറിയുന്ന ഓഷോ എന്നുള്ള പേരോ ഒന്നും ഇല്ലാത്ത ഒരു ഫിലോസഫി പുസ്തകമാണ്. ഇതൊക്കെ ഞാനിങ്ങനെ അപ്പം ഇവർ പറയുന്ന മറ്റൊരു ഏരിയ ഇവരെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്നും അറിയുന്നല്ലാതെ ഞാൻ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാര്യങ്ങളാണ് ഈ റസൽ ആ ഇതെല്ലാം. ഏരിയ ഇപ്പൊ അംഗീകരിക്കുന്നുണ്ടോ മൈത്രൻ? ഏത്? ഈ സ്പിരിച്വാലിറ്റി, ഇല്ല, ഇന്ന് കോൺഷ്യസ്നെസ് എനിക്കില്ല. ഇല്ല. ഇല്ല, ഞാനത് അത് പഠിക്കാനായിട്ട് ഞാൻ ഗുരുകുലത്തിലോട്ട് പോയിട്ടില്ല. ഞാൻ പോയത് ഈ സൈക്കോളജിയെ പറ്റിയുള്ളതും ഇക്കോളജിയെ പറ്റിയുള്ളതും വേൾഡ് ഗവൺമെൻറ്റിനെ പറ്റിയും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മേഖലയായിരുന്നു അതിനകത്തെ വിഷയങ്ങളായിട്ട് എഴുതിയിരുന്നത്. അപ്പൊ ഇതില് മെഡിറ്റേഷൻ, ഇപ്പൊ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് മെഡിറ്റേഷൻ. പറയാ നമ്മുടെ മൈൻഡ് അല്ല നമ്മൾ എന്നുള്ളൊരു ഒരു സോളോ അല്ലെങ്കിൽ ഒരു കോൺഷ്യസ്നെസ് എന്നൊരു എലിമെന്റ് ഉണ്ട്. അപ്പൊ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ അങ്ങനല്ല, ഇത് ഇങ്ങനെ അല്ല ഞാൻ മനസ്സിലാക്കുന്നത്. ആഹാ. ഞാൻ ഇന്ന് എവല്യൂഷണറി ആയിട്ടാണ് ലോകത്തിനെ ഞാൻ മനസ്സിലാക്കുന്നത്, പരിണാമപരമായിട്ടാണ്. അതിന് ശാസ്ത്രത്തിൻ്റെ അറിവുകൾ മാത്രമേ ഞാൻ ഇന്ന് ഉപയോഗിക്കത്തുള്ളൂ. ഇതെല്ലാം പഴയകാല കൺസെപ്റ്റുകളായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാതെ കോൺസെപ്റ്റാണ്. ഈ മെഡിറ്റേഷൻ പോലും മനുഷ്യർ മാറി ഒരിടത്ത് ഇരിക്കുന്നു. ഇപ്പം നമ്മൾ എക്സർസൈസ് എന്ന് നമ്മൾ പറയത്തില്ലേ, വ്യായാമം പണ്ട് കാലത്ത് ഒരു ജീവിക്കും ചെയ്യണ്ട. കാരണം ഭക്ഷണം തേടുമ്പോൾ സ്വാഭാവികമായി എക്സർസൈസ് കിട്ടും. കിളി പറക്കണം ഭക്ഷണം തേടണമെങ്കിൽ, മാൻ നടക്കണം പുല്ല് തിന്നണമെങ്കിൽ, കടുവ ഓടണം മാനിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ, മനുഷ്യർ കുത്തിക്കുഴച്ച് മണ്ണിനകത്തു നിന്ന് ട്യൂബേഴ്സും തേടി നടന്ന് സാധനങ്ങൾ കണ്ടെത്തുകയും പഴങ്ങൾ കണ്ടെത്തുകയും ഓടി മൃഗങ്ങളെ പിടിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എക്സർസൈസ് എന്ന് പറഞ്ഞ ഒരു വാക്ക് ആവശ്യമില്ല. നമ്മൾ കൃഷി ചെയ്ത് വേറെ ആളുകളെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എക്സർസൈസ് പോയത്. അപ്പോഴാണ് നമ്മൾ എക്സർസൈസ് എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചത്. അപ്പോൾ ആ എക്സർസൈസ് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ജീവിതം ഇപ്പം ആവശ്യമാണ്. അതുപോലെ മെഡിറ്റേഷൻ അത്രേ അർത്ഥമേ ഉള്ളൂ. നമ്മൾ മാറിയിരിക്കും, നമ്മളൊരു വിശ്രമിച്ചിരിക്കുന്ന ഒരു അധ്വാനം കഴിഞ്ഞിട്ട് മാറിയിരിക്കുന്ന സമയത്ത് നമ്മളൊരു സെൽഫ് റിഫ്ലക്ഷൻ നടത്തിയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്തിരുന്നതാണ്. ഒരു വഴക്കിട്ടാൽ പോലും നമ്മൾ കോലായി പോയിരിക്കുന്നവരായിരുന്നു. അവിടെയാണ് നമ്മൾ പോയി വീട്ടിലൊരു വഴക്കുണ്ടായ ആളുകൾ അവിടെ പോയി, കുട്ടികളായാലും അവിടെ പോയിരിക്കും, സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആ മൂലയ്ക്ക് കാണും എന്നൊക്കെ ആൾക്കാർ പറയും. അങ്ങനെ മാറിയിരിക്കുക എന്ന് പറയുന്നൊരു സാധനം മനുഷ്യർ ചെയ്യുന്നതാണ്. ആ ചെയ്യുന്നത് ജീവിതത്തിൽ ഒരു സമയത്തും ചെയ്യാൻ കഴിയാത്ത നിലവാരത്തിൽ ജീവിതം ബിസിയായി മാറിയപ്പോഴാണ് നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകം എന്നാൽ എക്സർസൈസ് എങ്ങനെ ചെയ്തു എന്ന പോലെ തന്നെയാണ് മെഡിറ്റേഷൻ. നമുക്കൊരു സ്പിരിറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അത് അകത്തൊരാളുണ്ടെന്ന് തെറ്റിദ്ധരിച്ച മനുഷ്യരുടെ ഉത്തരങ്ങളാണ്. ഇപ്പം ഈ കാണുന്ന കപ്പ്, നമ്മളായിരിക്കുന്ന കപ്പ്, ആ കപ്പിനകത്തെ നമ്മൾ അതിനെ കപ്പെന്ന് നമ്മൾ വിളിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഏത് മൂലയിലും ഇത് വേദാന്തികൾ പണ്ടേ പഠിപ്പിക്കുന്നതാണ്, കളിമണ്ണ് മാത്രമേ അവിടെ ഉള്ളൂ. കളിമണ്ണിൻ്റെ ഒരു രൂപം മാത്രമല്ലേ ആ കപ്പെന്ന് പറയുന്നത്. ഈ ഇതേ കളിമണ്ണ്
നമുക്ക് ചട്ടിയാക്കാം, കലമാക്കാം. അപ്പോൾ വ്യത്യസ്തമായ ഉപയോഗങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റും. ഈ കളിമണ്ണിൻ്റെ ഒരു രൂപമാറ്റത്തിനെയാണ് നമ്മൾ കപ്പെന്ന് വിളിക്കുന്നത്. ഒരു ബാക്ടീരിയ എടുത്താലും അതിനകത്ത് ആ ചേരുവയ്ക്കകത്താണത്. അതിനെയാണ് എമർജൻസ് എന്നാണ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മലയാളം പറഞ്ഞ ഉരുത്തിരിയുക, സംസ്കൃതം പറഞ്ഞ ആവിർഭവിക്കുക എന്ന് പറയും. അത്രയും ചേരുവകൾ ചേരുമ്പോഴവിടെ പ്രത്യക്ഷപ്പെടുകയായി. ആ പ്രത്യക്ഷപ്പെടുന്നത് എമർജൻറ്റ് പ്രോപ്പർട്ടിയാണ്. ആ എമർജൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൽ നിന്ന് ഭിന്നമായി ഉണ്ടാകുന്നില്ല. അത് നിങ്ങൾ കാറിനെ എടുത്താൽ കാറിൻ്റെ പാട്ടെന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. പക്ഷെ ആ പാട്ടിൽ നോക്കിയാൽ കാറ് കിട്ടത്തില്ല. എല്ലാം കൂടി ഒത്തുവരും. അതിന് ഇണങ്ങിച്ചേരുന്ന ആ സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന ഗുണപരതയാണ് കാറിനകവും യാത്ര ചെയ്യാനുള്ള കഴിവ്. അപ്പൊ ബേസിക്കലി നമ്മൾ മനസ്സ്, ശരീരം, ഊർജം ഇതിനെ ഒന്നും സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആക്കാൻ ഒരിക്കലും കഴിയില്ല. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മനുഷ്യർ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് മരിച്ചു പോകും എന്ന് നമ്മൾ പറയുന്നത്. വാക്കിനകത്ത് നമ്മളിപ്പോഴും അങ്ങനെ പറയുന്നത്. ഇവിടുന്ന് ശരീരത്തിൽ വസിക്കുകയാണെന്നാണ് ഭഗവത്ഗീതയിലൊക്കെ അങ്ങനെ എഴുതുന്നത്. ഉടുപ്പ് മാറുന്ന പോലെ ശരീരം മാറുന്നതാണ്. അകത്തൊരു ജീവനുണ്ട്, അല്ലെങ്കിൽ ആ ജീവന്റെ സൂക്ഷ്മവശങ്ങളെ ആത്മാവെന്ന് വിളിച്ചിട്ട് അത് ഇറങ്ങിപ്പോയി താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഈ തെറ്റിദ്ധാരണയിൽ നിന്നാണ് ലോകത്തെ നമ്മൾ ഈ പറയുന്ന സ്പിരിച്വൽ എന്ന് പറയുന്ന മുഴുവനും ഉണ്ടായത്. സ്പിരിറ്റ് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് സത്ത് പോയി എന്ന് പറയുന്നത്. ചത്തുപോയി എന്ന് നമ്മൾ പറയുന്നത് സത്ത്. ഈ ശരീരത്തിനൊരു സത്തുണ്ടെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ ഓഡിയൻസിനോട് പറഞ്ഞോട്ടെ, ഞാൻ മൈത്രേനോട് നേരത്തെ പറഞ്ഞിരുന്നു, മൈത്രേനോട് ഒരു സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു സീരീസിൽ പോലും ഒതുങ്ങൂല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും നമുക്ക് സംസാരിക്കേണ്ട പല വിഷയങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കും. ആൻഡ് അതിന് തീർച്ചയായിട്ടും വരണം എന്ന് ഓൾറെഡി ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് ചില ഗസ്റ്റ് നമ്മൾ വിളിക്കുമ്പോൾ നമുക്കിത് എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണം എന്ന് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു ഫീലിംഗ് ഇല്ലേ? അതാണ് ശരിക്കും എനിക്ക് മൈത്രേനെ വിളിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാൻ എവിടെ തുടങ്ങും? കാരണം എനിക്ക് കവർ ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനകത്തൊന്നും ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. നമ്മൾ ഈ ദൈവം എന്നൊരു സങ്കല്പം ഒരു പേഴ്സണൽ സ്പേസിനകത്തിരുന്നാൽ, അതായത് വേറൊരു വ്യക്തിയെ ബാധിക്കാതെ നമ്മൾ എന്ത് സങ്കല്പം വേണമെങ്കിലും ആയിക്കോട്ടെ, ഏത് മതം വേണമെങ്കിലും ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മളൊരു സൊസൈറ്റൽ സ്പേസിലേക്ക് കൊണ്ടുവരാതെ മറ്റൊരാളുടെ ബൗണ്ടറീസിനെ ക്രോസ് ചെയ്യാതെ നമ്മൾ നിലനിർത്തുവാണെങ്കിൽ അതിലെന്താണ് തെറ്റ്? തെറ്റൊന്നുമില്ല. ലോകത്തിന് മനസ്സിലാകത്തില്ലെന്നേ ഉള്ളൂ. തെറ്റും ശരിയൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് സാമൂഹികമായ ആവശ്യത്തിനാണ്. ഇടതുവശത്തൂടെ വണ്ടി ഓടിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നത് അമേരിക്കയിലാണ്. ഇന്ത്യയിൽ അത് ശരിയാണ്. തെറ്റും ശരിയെന്ന് പറഞ്ഞാൽ പൊതുവായി ഉണ്ടാക്കുന്ന നിയമം കൊണ്ടാണ് തെറ്റും ശരിയും ഉണ്ടാകുന്നത്. പലതരത്തിൽ ജീവിക്കാം എന്നുള്ളത് മാത്രമാണ്. അപ്പം നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്നതിൻ്റെ റീസൺ എന്താ? നമ്മൾ കുഞ്ഞുങ്ങളായിട്ടാണ് ജനിക്കുന്നത്. കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ ഏറ്റവും നിസ്സഹായമായ കുഞ്ഞാണ് മനുഷ്യൻ്റെ കുഞ്ഞ്. അത് കാരണം കൊണ്ട് മറ്റുള്ള എന്ന് പറഞ്ഞാൽ അഡൽട്ട് ആയവരുടെ പരിചരണമില്ലാതെ ഒരിക്കലും നമ്മൾ വളരത്തില്ല. ഒരു കുഞ്ഞ് തേങ്ങ വളരുന്നത് പോലെ വളരത്തില്ല. മനുഷ്യക്കുഞ്ഞ് അല്ല, ജീവികളുടെ ഏത് കുഞ്ഞും അങ്ങനെയാണ്. പക്ഷെ എല്ലാ ജീവികളും അങ്ങനെയല്ല. ആമയുടെ മുട്ട തന്നെ വിരിഞ്ഞിട്ടാണ് അത് ജീവിക്കുന്നത്. മുതലയുടെ മുട്ട അങ്ങനെയാണ്. അതിന് പേരൻറ്റിങ് ഇല്ല. പേരൻറ്റിങ് ആവശ്യമായിട്ട് വരുന്നത് എവല്യൂഷനകത്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഒരു ജീവി മാത്രം ചെയ്യുന്ന പേരൻറ്റിങ്, ഇപ്പോൾ കോഴിയാണെങ്കിൽ അമ്മ മാത്രം ചെയ്യുന്ന ഒരു പണിയാണ്. അതിനകത്ത് അച്ഛനെന്ന് പറയുന്ന സംഭവമില്ല, കൂട്ടവുമില്ല. പേരൻറ്റിങ് ആ ഒരൊറ്റ ഇത് ചെയ്യുന്നത്. ഇതിന് പലതരത്തിൽ പേരൻറ്റിങ് ആരംഭിച്ചിട്ട് കളക്റ്റീവായി ആരംഭിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന സ്ഥലമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ കുഞ്ഞെന്ന് പറയുന്നത് ആശ്രയിച്ച് രൂപപ്പെട്ട് വരുന്നതുകൊണ്ടാണ് ആശ്രിതത്വ ബോധം നമ്മളിൽ രൂപപ്പെടുന്നത്. ആ ആശ്രിതത്വ ബോധം വളർന്ന് ഒരു തെങ്ങിൽ നിന്ന് അടന്ന് വീണ് ഒഴുകിപ്പോയി വേറൊരിടത്ത് കിളിക്കുന്നത് പോലെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു പ്രായമുണ്ട്. ആ പ്രായം കഴിഞ്ഞാലേ ഈ പേരൻ്റെ ആശ്രയം ആവശ്യമില്ല. അത് തുടരുന്നത് നമ്മൾ വളർത്തുന്നത് വഴിയാണ്. കോഴി വളർത്തുന്നത് എല്ലാ പണിയും ചെയ്യും, പക്ഷേ ഒരു പ്രായം കഴിയുമ്പോൾ കൊത്തി ഓടിക്കും. ആ കൊത്തി അകറ്റുന്ന പണി ചെയ്യാതെ
ആശ്രിത ബോധം തുടരുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യബന്ധങ്ങളിലാണ് നിങ്ങൾ ഈ പറയുന്ന ആവശ്യം വരുന്നത്. തന്നെത്താൻ ഏബിളാക്കി മാറ്റിയ ആളുകൾ ആശ്രയിക്കത്തില്ല. അതാണ് ഞാൻ നേരത്തെ അമേരിക്കക്കാരെ പറ്റി പറയുന്നത്. അവർ ആശ്രയിക്കത്തില്ല. അല്ലാതെ ഇത് പേഴ്സണൽ ഗോഡ് എന്ന് പറയുന്ന സാധനം എന്തുകൊണ്ട് നിർത്തിക്കൂടാ എന്നുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഈ പേഴ്സണൽ ഗോഡ് നിർത്തിക്കുന്നത് സൂക്ഷ്മമായ ആശ്രിതത്വ ബോധത്തിലാണ്. ജീവിതത്തിനെ മനസ്സിലാക്കുന്ന ആൾ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിനെ മനസ്സിലാക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്, ഞാൻ എങ്ങനെ ഇങ്ങനെ ആകുന്നു എന്നുള്ള സെൽഫ് റിഫ്ലക്ഷൻ അതോടെ കാണാൻ പറ്റും. അപ്പോഴാണ് ഇന്ന് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്തായിരിക്കും നിങ്ങളോട് പറയുന്നത്? തീരുമാനം തന്നെത്താൻ എടുക്കണം, തന്നെത്താൻ ഒരു സ്പേസ് ഉണ്ടാക്കണം, തന്നെത്താൻ ജീവിക്കണം, നമ്മുടെ മുൻകൈയിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഇത് ഈ കോൺഫ്ലിക്റ്റും ഈ കോൺട്രഡിക്ഷനുമായിട്ട് വരും. അനുസരണ പഠിപ്പിക്കുന്ന പഴയകാല സമൂഹത്തിൻ്റെ ബോധത്തിനകത്താണ് ഈ പറയുന്ന പേഴ്സണൽ ആശ്രിതത്വമുള്ള ഒരു ദൈവത്തിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. അല്ല, ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ ദൈവമല്ല, വെരി ഇൻട്രസ്റ്റിംഗ്, സോഷ്യലി നമ്മൾ ഉൽപ്പാദിപ്പിച്ചതാണ്. something to really reflect upon. അത് അങ്ങനെ നമ്മൾ സാമൂഹികമായ ആശ്രിതത്വ ബോധം രൂപപ്പെടുത്തുന്ന ആളിന് ഇത് ആവശ്യം. പക്ഷെ നമ്മൾ കുട്ടിക്കാലം തൊട്ട് തന്നെത്താൻ തീരുമാനമെടുക്കാൻ ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഈ ആശ്രിതത്വ ബോധം വരത്തില്ല. ഇതുകൊണ്ടാണ് ജനാധിപത്യത്തിനകത്തെ പൗരന്മാർക്ക് ലോകവ്യാപകമായ എല്ലാ അമ്പലത്തിലും പള്ളിയിൽ നിന്ന് അവർ മോചിച്ചു പോയത്. കാരണം അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, ആശ്രിതത്വ ബോധത്തിന് പകരം ഇൻഷുറൻസ് ഉണ്ട് അവർക്ക്. ആ ഇൻഷുറൻസിനകത്തൂടെ അവർക്ക് പ്രായമായപ്പോൾ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടും. സോഷ്യൽ സെക്യൂരിറ്റി വന്നതോടെ നിങ്ങൾ ഈ പറയുന്ന ആശ്രിതത്വ ബോധമുള്ള ദൈവത്തിനെ പിന്നെ ആവശ്യമില്ല. അതാണ് വരുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി കിട്ടാതിരിക്കുന്ന ഏത് നാട്ടിലും ഇത് തുടരും. മൈഥിലീൻ ഇപ്പം യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ, എനിക്കറിയില്ല തിരിച്ചു വന്നിട്ടാണോ, പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും അങ്ങനെ കുറേ ചർച്ചകളും കുറേ ഡിസ്കഷൻസ് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു അബൌട്ട് കോൺസെൻറ്റും സെക്ഷൽ ഹാരസ്മെൻറ്റും, എവിടെയാണ് വർക്ക് പ്ലേസിൽ എത്രത്തോളം സേഫാണ് സ്ത്രീകൾ എന്നുള്ള കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നു. ഈ ഫുൾ റിപ്പോർട്ടിനെയും അതിന് ശേഷമുള്ള ഡെവലപ്മെൻറ്റ്സിനെയും മൈഥിലീൻ എങ്ങനെയാണ് കാണുന്നത്? തിയേറ്ററിൽ നമ്മൾ പോയി കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധയുള്ള ഒരു സ്ഥലമാണ് സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഏത് മാറ്റവും, ചെറിയ മാറ്റം പോലും പൊതുവെ എല്ലായിടത്തും ബാധിക്കും. പണ്ട് അങ്ങനെ ആലോചിക്കുന്നേ, ഒരു പുരുഷൻ്റെ മിടുക്കായിട്ടായിരുന്നു കാണുന്നത് പെൺകുട്ടികളെ അങ്ങനെ പുറകെ നടന്ന് ഹരാസ് ചെയ്യുന്ന. ലൈംഗിക തൊഴിലാളികളായ ഒരു സ്ത്രീയോട് ഞാൻ വിൽക്കാൻ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ മാത്രമാണ് അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. വിൽക്കപ്പെടാനായിട്ട് നിൽക്കുന്ന ഒരാളോട് അങ്ങനെ ചോദിച്ചുകൂടാ. പൗരബോധം കളഞ്ഞ് ആളുകളെ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന സ്കൂളുകളാണ് നമ്മൾ ബ്രിട്ടീഷുകാർ ആരംഭിച്ചത്. അത് തന്നെയാണ് ഇന്ന് ജീവിതം.